ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2083. ഇന്ന് സെപ്റ്റംബർ മാസം 13-ാം തീയതി 256-ാമത്തെ ദിവസത്തിലെത്തി. സുവിശേഷത്തിലൂടെ ക്രിസ്തുയേശുവിനെ നമ്മൾ പരിശോധിച്ചാൽ ശരിതെറ്റുകളെക്കുറിച്ച്, പുണ്യപാപങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായ കാഴ്ചപ്പാടുണ്ടായിരുന്നെങ്കിലും പലപ്പോഴും പലതും നമ്മൾ ജീവിക്കുന്ന കാലത്തോട് ഇണങ്ങുന്നില്ല. അത്രയും അത് നിയമപരമാകുന്നില്ല, നിയമത്തെ പരിപാലിക്കുന്നില്ല, സംരക്ഷിക്കുന്നില്ല, അനുകൂലിക്കുന്നില്ല എന്നൊക്കെ ചിലപ്പോൾ തോന്നിയേക്കാം. അതുകൊണ്ട് തന്നെ ശരിതെറ്റുകളെക്കുറിച്ച് ഒരു തർക്കത്തിനിടയിലേക്ക് ക്രിസ്തുയേശുവിനെ വിളിച്ചു വരുത്തിയാൽ ആ തെറ്റിന്റെയും പക്ഷത്ത് പുള്ളി നിൽക്കുമോ എന്ന് പോലും ചില ആളുകൾ ഭയപ്പെടുന്നുണ്ട്. ചില ആളുകൾ അതിനകത്ത് ആശ്വസിക്കുന്നുണ്ട്. ശരിതെറ്റുകളെക്കുറിച്ചൊക്കെ ആൾക്കൂട്ടത്തിന്റെ ആരവമനുസരിച്ച് ആണോ ഒരു തീരുമാനം എടുക്കേണ്ടത്? കൂടുതൽ ആളുകൾ എവിടെയാണ് എന്നതിനെ ആശ്രയിച്ചും ആസ്പദമാക്കിയാണോ ഈ പുണ്യ പാപങ്ങളും തരംതിരിക്കേണ്ടത്? അധ്യാപകൻ അന്ന് ക്ലാസ് മുറിയിൽ കുട്ടികളുടെ മുമ്പിൽ ഒരു പ്രശ്നമാണ് അവതരിപ്പിച്ചത്. അടുത്തടുത്തുള്ള 2 റെയിൽവേ പാളങ്ങൾ, ഒന്നിലൂടെ ട്രെയിൻ പോകുന്നതാണ് പതിവായിട്ട്, മറ്റേത് ട്രെയിൻ ഒരിക്കലും പോകാത്തതും. ട്രെയിൻ പോകാത്ത പാളത്തിലിരുന്ന് ഒരു കുട്ടി കളിക്കുന്നുണ്ട് ഒറ്റയ്ക്ക്. ട്രെയിൻ പോകുന്ന പാളത്തിലിരുന്ന് 10ഓളം കുട്ടികൾ കളിക്കുന്നുണ്ട്. പെട്ടെന്നാണ് ട്രെയിൻ വരുന്ന ആ ശബ്ദം കേട്ടത്. ട്രെയിൻ മാറ്റിവിടാൻ കഴിയുമെങ്കിൽ നിങ്ങൾ എന്ത് തീരുമാനമെടുക്കും? ഇതായിരുന്നു അധ്യാപകന്റെ പ്രശ്ന അവതരണം. ഒരു കുട്ടി കളിക്കുന്ന ട്രാക്കിലേക്ക് ട്രെയിൻ തിരിച്ചുവിടാൻ മാഷെ, വിദ്യാർത്ഥികൾ ഒന്നടങ്കം പറഞ്ഞു. മരണസംഖ്യ അത്രക്കെങ്കിലും കുറയ്ക്കാമല്ലോ, 10ന്റെ സ്ഥാനത്ത് 1 കുറയ്ക്കാൻ പറ്റുമല്ലോ. സമൂഹം അങ്ങനെയാണ് കേട്ടോ. സമൂഹം എടുക്കുന്ന തീരുമാനം അങ്ങനെ തന്നെയാണ്. ട്രെയിൻ വരുമെന്ന് അറിയാമായിരുന്നിട്ടും ആ ട്രാക്കിലിരുന്ന് കളിച്ച 10 കുട്ടികൾ, അവർക്കറിയാം ട്രെയിൻ പോകുന്ന ട്രാക്കാണെന്ന്. കാര്യങ്ങളൊടുവിൽ അവർക്ക് അനുകൂലമാകുകയാണ്. എന്നാൽ ആ ഒറ്റക്കുട്ടിയെ എടുത്തേ, അവനറിയാം ഇതുവരെ ഒരിക്കലും ട്രെയിൻ പോകുന്നില്ല, ഇത് ഉപേക്ഷിക്കപ്പെട്ട പാളമാണ്. അത്രത്തോളം സുരക്ഷിതമായ ഇടത്ത് ഇരുന്ന് അവന്റെ വിനോദങ്ങളിൽ ഏർപ്പെട്ടവനെ ഒടുവിൽ കൊലയ്ക്ക് കൊടുക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുയേശുവിന് ഇണങ്ങുന്ന ഒരു നിയമത്തിന്റെ ഒരു നിർദ്ദേശമാണ്. ക്രിസ്തുയേശുവിന് ഇണങ്ങുന്ന ഒരു നീതിയുടെ പ്രതിഫലനമാണ്. ട്രെയിൻ വരാത്ത സ്ഥലത്ത് ആർക്കും ശല്യമില്ലാതെ കളിച്ച് തെറ്റ് ചെയ്യാത്ത കുട്ടി ശിക്ഷിക്കപ്പെടുന്നു. കുറെ കൂടി നമ്മളുടെ ധാർമ്മികതയെ നമ്മളൊന്നുകൂടി ക്രിസ്തുയേശുവിന്റെ പ്രകാശത്തിലും നിഴലിലുമൊക്കെ ഒന്ന് പുനഃപരിശോധിക്കേണ്ടതാണ്, ഒന്ന് പുതിയതായി ക്രമീകരിക്കേണ്ടതാണ്. അതും ശക്തമായ പ്രാർത്ഥനയുടെ ബലത്തോടുകൂടി. ആമേൻ.